ഹലോ, ഇന്ന് വൈകുന്നേരം എന്നാ ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇതേ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ട്. അന്ന് ഒരു മസാല കപ്പലണ്ടി ഉണ്ടാക്കാമെന്ന് ഓർത്ത് കുറച്ച് കപ്പലണ്ടി എടുത്തു. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടു. എൻ്റെ കാശ്മീരി മുളക് പൊടിയല്ല, എൻ്റെ സാധാ മുളക് പൊടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കളർ ഇച്ചിരി കുറവായിരിക്കും. 3 ടേബിൾ സ്പൂൺ ഞാൻ കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ഞാൻ കറക്റ്റ് ഇട്ടത്. അത് അത്യാവശ്യം വലിയ സ്പൂണാണെന്ന് അറിയാമല്ലോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ അരിപ്പൊടി എടുത്തു. അത് ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു ചെറിയ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. കടല വറുത്ത് കഴിയുമ്പോൾ നല്ല കരിന്നിരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ എല്ലാം കൂടെ നമ്മൾ പെരുംജീരകം പൊടിച്ചിടും. പക്ഷേ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെരുംജീരകം പൊടിച്ചിട്ടിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആദ്യം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം കുറച്ചായിട്ട് ഒഴിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ച് നനഞ്ഞു പോകരുത്. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നനഞ്ഞു വിടും. ഇപ്പം ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് നനഞ്ഞു വരുന്നുണ്ടോ. അത് എന്നിട്ട് നന്നായിട്ട് എല്ലാ കടലയിലും നമ്മൾ ഇട്ടിരിക്കുന്ന ആ പൊടികൾ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മളതൊന്ന് കുഴച്ച് കൊടുക്കണം. കുഴച്ച് ആ കടല തിരുമ്മി നമ്മൾ ആ കടലയിൽ എല്ലായിടത്തും പിടിപ്പിക്കണം. ഇപ്പോൾ അതേ ഞാൻ 2 പ്രാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു. കുഞ്ഞായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ആ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം കടല ഒഴിച്ചില്ലേ, ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് വേണ്ടി വരും. എന്താണേലും കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. ഇപ്പോൾ അതേ നന്നായിട്ട് ഏകദേശം കടലയിൽ ഇപ്പം പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത്രയും വെള്ളം കൂടെ മതിയാവും നമുക്ക്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പയിൽ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മളിത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും ഈ കടല ഇങ്ങനെ വിട്ട് വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വെക്കാൻ പാടില്ല. തീ കുറച്ച് വെക്കണം. എന്നാൽ തീരെ കുറഞ്ഞാലും പാടില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം അങ്ങനെയായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഞാനിട്ടു. ഇതൊക്കെ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. ഇളക്കിയൊക്കെ കണ്ടോ, കടല നല്ല രീതിയിൽ ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത് കണ്ടോ. ഇപ്പം നന്നായിട്ട് മൂത്തു. ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് കടല നന്നായിട്ട് മൂത്ത് ഇപ്പം നമുക്കത് കടല കോരുന്ന പരുവായിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി അല്ലാത്തതുകൊണ്ടാണ് ഈ കടലയ്ക്കൊരു റെഡ് കളർ വരാത്തത് കേട്ടോ. സാധാരണ മുളക് പൊടിയാണ് ഞാൻ ഇട്ട്, കാശ്മീരി മുളക് പൊടി ഇല്ലാഞ്ഞുകൊണ്ട് സാധാരണ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കടലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ അതെല്ലാം വറുത്ത് കോരുകയാണ് കേട്ടോ. വറുത്ത് കോരി നല്ല മുരുമുരന്ന് വന്നിട്ടുണ്ട്. ഇതാണിപ്പം നമ്മളുടെ കടല വറുത്ത് കോരി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ കടല ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.